ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുതൽ ലോക ശ്രദ്ധ മുഴുവൻ അമേരിക്കയിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ആദ്യ പ്രസിഡന്റായി ചുമതലയേൽക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ പ്രസംഗത്തോടു കൂടി വീണ്ടും ട്രംപിലേക്കായി ലോകശ്രദ്ധ. ട്രംപ് കൈക്കൊണ്ടേക്കാവുന്ന നയങ്ങളെപ്പറ്റി ഏകദേശം ഒരു ധാരണ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടെങ്കിലും എന്തൊക്കെ നടപ്പിലാക്കുമെന്നതിലാണ് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ട്രംപിൻ്റെ തീരുമാനങ്ങൾ പ്രവചനാതീതമാണ്. അത് ഏതൊക്കെ തരത്തിൽ ലോകരാഷ്ട്രങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പോ ആർക്കും പറയാൻ പറ്റില്ല. ട്രംപിന് എന്ത് തോന്നുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങൾ. അത്തരത്തിലാണ് അമേരിക്കയിൽ പ്രസിഡന്റായി ട്രംപ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അമേരിക്കയുടെ ഭാവി നയങ്ങളും നിലപാടുകളും എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ആദ്യത്തെ പ്രസംഗം തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയത്. അമേരിക്കയുടെ ആഭ്യന്തര അന്താരാഷ്ട്ര നയങ്ങളിൽ വെള്ളം ചേർക്കാനില്ലെന്നും അമേരിക്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്താൻ ആരെ അനുവദിക്കില്ലെന്ന വ്യക്തമായ സൂചനയാണ് ട്രംപ് തന്റെ പ്രസംഗത്തിലൂടെ നൽകിയത്. ആദ്യ ദിവസങ്ങളിൽ 100 എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളോളമാണ് ട്രംപ് ഒപ്പിട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അനധികൃത കുടിയേറ്റമാണ്. കാരണം എക്കാലത്തും ട്രംപ് എതിർത്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് അനധികൃത കുടിയേറ്റം എന്നത്. അതിർത്തികളിലൂടെ അമേരിക്കയിലേക്ക് ആളുകൾ അനധികൃതമായി എത്തുന്നതിനെ എന്നും എതിർത്തുകൊണ്ടിരുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി ആദ്യത്തെ ദിവസം തന്നെ നാഷണൽ എമർജൻസി ബോർഡറുകളിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപ് തന്റെ നയം നടപ്പിലാക്കാൻ തുനിഞ്ഞിറങ്ങുന്നത്. കുടിയേറ്റ വിരുദ്ധമെന്ന് എല്ലാവരും പറയുമ്പോഴും എല്ലാ കാലത്തും താനൊരു റിയൽ അമേരിക്കനാണെന്നും അമേരിക്ക അമേരിക്കക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും എന്ന നിലപാടിൽ ഉറച്ചാണ് ട്രംപ് നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കുടിയേറ്റ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഈ പ്രഖ്യാപനമാണ് ശക്തമായ കുടിയേറ്റം രേഖപ്പെടുത്തിയ പല സ്വിംഗ് സ്റ്റേറ്റ്സുകളിലും ഡൊണാൾഡ് ട്രംപിന് വ്യക്തമായ ഭൂരിപക്ഷം നൽകാൻ തുണയാക്കിയത്. ഈ നാഷണൽ ബോർഡർ എമർജൻസി പ്രഖ്യാപിച്ചതിന് പുറമെ അനധികൃത കുടിയേറ്റക്കാരുടെ US ജനിച്ച കുട്ടികൾക്ക് ജന്മാവകാശ പൗരത്വം ലഭിക്കുന്ന അമേരിക്കൻ നയം അവസാനിപ്പിക്കാനുള്ളൊരു തീരുമാനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പുറമെ ഏറ്റവും കൂടുതൽ ആളുകൾ അമേരിക്കയിലേക്ക് എത്തുന്ന മെക്സിക്കൻ ബോർഡറുകളിൽ മതിൽ നിർമ്മാണം വേഗത്തിലാക്കാനും ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ എത്തുന്നവരെ പിടികൂടി വിട്ടയക്കുന്നതിന് പകരം പിടികൂടി അവരെ തിരികെ നാട് കടത്താനുള്ളതാണ് ട്രംപിന്റെ പുതിയ നയങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ട്രംപിന്റെ പ്രധാനപ്പെട്ട മറ്റ് നയങ്ങളിലൊന്ന് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സമീപനമാണ്. മെക്സിക്കോയുമായിട്ടുള്ള ബന്ധം മെക്സിക്കോ വഴിയുള്ള അനധികൃത കുടിയേറ്റങ്ങളെ തടയുന്നതിലും കാനഡ വഴിയുള്ള അനധികൃത കുടിയേറ്റങ്ങളെ തടയുന്നതും പിന്നെ ഇല്ലീഗൽ കാർട്ടിംഗ്, മയക്കുമരുന്ന്, ലഹരികൾ ഉൾപ്പെടെയുള്ള ഇല്ലീഗൽ കാർട്ടിങ്ങുകളെ തടയുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഇത് ശത്രുരാജ്യങ്ങളെ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ട്രംപ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രധാനമായി ട്രംപ് ലക്ഷ്യമിടുന്ന ഒന്ന് ലോക വിപണിയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ചൈന മാർക്കറ്റ് പിടിക്കുക എന്നുള്ളത് വളരെ നിശബ്ദമായ രീതിയിലാണ്. ഒറ്റയടിക്ക് മാർക്കറ്റ് പിടിക്കാൻ വളരെ നിശബ്ദമായി പതിയെ മാർക്കറ്റ് പിടിച്ചടക്കുന്ന ചൈനീസ് രീതി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പനാമ US തിരിച്ചു പിടിക്കുമെന്നും അവിടെ ചൈനീസ് ആധിപത്യമാണ് നടക്കുന്നതെന്നുമുള്ള ട്രംപിന്റെ ആദ്യത്തെ ദിവസത്തെ പരാമർശം തന്നെ. ഈ ചൈനീസ് ആധിപത്യം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചൈനീസ് ആധിപത്യം കുറയ്ക്കുക എന്ന ലക്ഷ്യമിട്ട് അമേരിക്ക മുന്നിലേക്ക് വരുന്നതെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. അമേരിക്കയുടെ പുതിയ നയങ്ങളുണ്ടാകുന്ന തീരുമാനങ്ങൾ ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം ഇന്ന് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് H-1B വിസയുടെ കാര്യമാണ്. കാരണം US ഉന്നത വൈദഗ്ധ്യം ആവശ്യമായ മേഖലകളിലേക്ക് ഒരു നിശ്ചിത കാലയളവിൽ വിദേശത്ത് നിന്ന് പ്രൊഫഷണലുകളെ നിയമിക്കാൻ കമ്പനികളെ അനുവദിക്കുന്നതാണ് H-1B വിസ സൗകര്യം. അത് എഞ്ചിനീയറിംഗ്, മെഡിസിൻ തുടങ്ങിയ മേഖലകളിലേക്കാണ് പ്രധാനമായും H-1B വിസ പ്രയോജനപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ജനുവരി 17 മുതൽ തന്നെ ഇക്കാര്യത്തിൽ സുതാര്യവും കാര്യക്ഷമവുമായ മാറ്റങ്ങൾ വരുത്താൻ പുതിയ അമേരിക്കൻ ഭരണകൂടം ശ്രമിച്ചിട്ടുണ്ട്.
പൊതുവെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാറ്റങ്ങൾ ഇന്ത്യക്കാർക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. പിന്നെ അമേരിക്കയിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നാൽ അവരുടെ ട്രേഡ് രംഗത്താണ്. കാരണം ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ നടപ്പാക്കിയ പോലെ അമേരിക്കയിൽ മേക്ക് ഇൻ അമേരിക്ക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടപ്പാക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നതും ലക്ഷ്യമിടുന്നതും. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക ഒരു വ്യവസ്ഥയിൽ ഒരു മാർക്കറ്റിനെ ഈ ഒരു നയം എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം അമേരിക്കൻ ഡോളറിനെ ആസ്പദമാക്കിയാണ് ലോകത്തുള്ള എല്ലാ മാർക്കറ്റുകളും കമ്പോള നിലവാരം കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മറ്റ് വിപണികളിൽ എങ്ങനെ ബാധിക്കുന്നു എന്നത് നോക്കി കാണേണ്ടതുണ്ട്. ജോ ബൈഡന്റെ കാലത്ത് അമേരിക്ക നേരിട്ട തകർച്ചയ്ക്ക് അന്ത്യമായെന്നും അമേരിക്ക പുതിയ വൻ ശക്തിയായിട്ട് നിലനിൽക്കപ്പെടുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കൻ നയമാണ്. കാരണം അമേരിക്ക മറ്റ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുമായുള്ള തർക്കങ്ങളിൽ ഇടപെടുന്നത് മറ്റ് രാജ്യങ്ങളോട് റഷ്യ, ചൈന ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടുകൾ ഇവയൊക്കെ ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും.